ഹലോ മച്ചാമാരെ, വെൽക്കം ടു ഇരിഞ്ഞാലക്കുട ഓട്ടോറിക്ഷക്കാരൻ ചാനലിലേക്ക് സ്വാഗതം. പതിപോലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. അങ്ങനെ തൃശ്ശൂർ പൂരം കഴിഞ്ഞു. ഇനി കൂടൽമാണിക്യം ഉത്സവത്തിൻ്റെ കൊടിയേറ്റമാണ് നാളെ. ഇവിടെ നിന്നിട്ട് ഇനി 10 ദിവസം ഇരിഞ്ഞാലക്കുടക്കാർക്കൊരു ആഘോഷം തന്നെയാണ്, ഓട്ടോറിക്ഷക്കാർക്കും ആഘോഷം തന്നെയാണ്. അന്നത്തെ ദിവസമൊക്കെ കയ്യിൽ കുറച്ച് കാശിരിക്കും. പതിപോലെ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് തിരക്കേറി വരുന്നതേയുള്ളൂ, നേരം വെളുത്തിട്ടല്ലുള്ളൂ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ക്ലാസ് എത്തിയിരിക്കുന്നു. ഇന്നത്തെ കൈനീട്ടം എത്രയാണെന്ന് നോക്കാം. ഇന്നത്തെ കൈനീട്ടം കുഴപ്പമില്ല ഗൈസ്, 120 രൂപയാണ് കിട്ടിയത്. അങ്ങനെ 3 മണിക്ക് വീട്ടിലെത്തി ഞാനൊരു ചായ വയ്ക്കാമെന്ന് തീരുമാനിച്ചു. ചായ തിളച്ചു, 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ടു. ചായപ്പൊടി ഇട്ട് കഴിഞ്ഞ് ചായ ഇറക്കി. ചായക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു 3-4 വട്ടം ചായ അടിക്കണം. ചായ അടിച്ചാലേ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. പണ്ട് ചായക്കടയിലൊക്കെ ചായ അടിച്ചിട്ടാണ് തരിക, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഇക്കരക്കടയിൽ നിന്ന് ഒരു 3 മുളക് ബജിയും ഒരു മുട്ട ബജിയും വാങ്ങിച്ചിരുന്നു. അത് ചായയും കൂട്ടിയാണ്ട് കഴിച്ചു. ചായ കൂടി കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ടൊന്ന് പാർക്കിൽ പോയല്ലോ. സീ ഷോർ, നമ്മുടെ ഇരിഞ്ഞാലക്കുട 3 കൂടിയ റൂട്ടിൽ കാക്കാതിരുത്തി കാളിമലർക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ പാർക്ക് വരുന്നത്. എൻട്രി ഫീ ഇല്ല. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിൽ കയറണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അങ്ങനെ ഞാനും വൈഫും അകത്തേക്ക് കയറി. പാർക്ക് കൊള്ളാം, നല്ലൊരു പാർക്കാണ്. വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്നൊരു പാർക്കാണ്. ഇതൊരു ഫാമും നഴ്സറിയും അതുപോലെ തന്നെ പാർക്കും ഒരുമിച്ച് കൂടിയൊരു സംഭവം തന്നെയാണ്. അടിപൊളി സ്ഥലമാണ്. ഇതിൽ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിന് 4 പേർക്ക് 100 രൂപ. പിന്നെ ട്രെയിൻ യാത്രയുണ്ട്. ട്രെയിൻ ഒരാൾക്ക് 30 രൂപ വെച്ചാണ് വരുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഈ പിള്ളേർക്ക് കളിക്കാവുന്ന ചെറിയ കാറുകൾ, അതുപോലെ തന്നെ ആംഗ്രി ബുൾ, അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഇതുപോലത്തെ ചില യന്ത്രൂഞ്ഞാലുകൾ. ഇതൊരു പ്രത്യേക ഒരു വൈബ് തരുന്നൊരു പാർക്ക് തന്നെയാണ്. അതുപോലെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഈ ഫാമിൽ ചെറുതും വലുതുമായ പശുക്കളുണ്ട്, പിന്നെ കുതിരകളുണ്ട്, ഒട്ടകം. അങ്ങനെ പിള്ളേർക്കും വലിയവർക്കുമായി ആസ്വദിക്കാവുന്ന പല കാര്യങ്ങളും ഈ പാർക്കിലുണ്ട്. ഈ പാർക്കിൻ്റെ ടൈം ഷെഡ്യൂൾ വരുന്നത് രാവിലെ 9 മണി തൊട്ട് രാത്രി 7 മണി വരെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആകെ ഇരുട്ടായി, ബസ് തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുട വീനസ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. വൈഫ് ഓർഡർ ചെയ്തത് ചിക്കനും പൊറോട്ടയും, ഞാൻ ഓർഡർ ചെയ്തത് ബീഫും പൊറോട്ടയും. ചിക്കനും പൊറോട്ടയും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ബീഫും പൊറോട്ടയും ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.